എല്ലാവർക്കും നമസ്കാരമുണ്ട്. 2000 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കളിക്കാൻ ഇന്ത്യൻ ടീം കെനിയയിൽ എത്തിയിരിക്കുകയാണ്. കെനിയയിലെ നൈറോബിയിലാണ് മാച്ചുകൾ നടക്കുന്നത്. ഓസ്ട്രേലിയയും ഇന്ത്യയുമായിട്ടുള്ള മാച്ചാണ് അടുത്ത ദിവസം നടക്കേണ്ടത്. ഈ 2000 ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും എന്ന് തോന്നും. കാരണം കോഴ വിഭാഗത്തിലൊക്കെ പെട്ട് ഇന്ത്യൻ ടീം ഇങ്ങനെ തല കുനിച്ച് നടക്കുന്നൊരു സമയം, നമുക്ക് നല്ലൊരു ക്യാപ്റ്റൻ ഇല്ലാതിരിക്കുന്ന സമയം, ആ സമയത്താണ് സൗരവ് ഗാംഗുലിനെ ക്യാപ്റ്റൻ ആക്കിക്കൊണ്ട് ഒരു ചെറിയ ടീമിനെ തട്ടിക്കൂട്ടി ഈ ടീം കെനിയയിലോട്ട് പോകുന്നു. ഈ ടീമിൽ പുതിയതായിട്ട് 2 പിള്ളേർ വന്നിട്ടുണ്ട്. ഒരാളുടെ പേര് സഹീർ ഖാൻ, രണ്ടാമത്തെ ആളുടെ പേര് യുവരാജ് സിംഗ്. ഓസ്ട്രേലിയയും ഇന്ത്യയുമായിട്ടുള്ള മാച്ചിൻ്റെ തലേ ദിവസം സംഭവിച്ച കഥയാണ്. അതായത് ടീം മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പിരിഞ്ഞ് റൂമിൽ പോയി കിടന്നുറങ്ങുക എന്നുള്ളതാണ്, നല്ല റെസ്റ്റ് വേണം എന്നുള്ളതാണ് തീരുമാനം. യുവരാജ് സിംഗിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ്, പറഞ്ഞാൽ കേൾക്കുകയൊന്നുമില്ല. പലപ്പോഴും ഒരു ഗ്യാപ്പ് കിട്ടിയാൽ പുറത്തു പോയി ഭക്ഷണം കഴിക്കുക, കറങ്ങാൻ പോവുക, പബ്ബിൽ പോവുക, ഇതൊക്കെ ഓൾറെഡി യുവരാജ് ടീമിൽ ചേർന്നതിന് ശേഷം ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഗാംഗുലിക്ക് ഈ ഭയം ഉള്ളത് കൊണ്ട് ഗാംഗുലി യുവരാജിനോട് പറഞ്ഞിരുന്നു, റൂമിൽ കയറുക, കിടന്നുറങ്ങുക എന്നൊക്കെ പറഞ്ഞു. ഓക്കെ ദാദാ എന്നൊക്കെ പറഞ്ഞ് യുവരാജ് സിംഗ് റൂമിൽ കയറി. എന്നിട്ട് സൗരവ് ഗാംഗുലി നേരെ പോയത് ഈ വലിയ റെസ്റ്റോറൻറ്റിൻ്റെ ഹോട്ടലിൻ്റെ സെക്യൂരിറ്റിയുടെ അടുത്തേക്കാണ്. എന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഞാൻ പറഞ്ഞ ഒരാളെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുമോ? സെക്യൂരിറ്റി പറഞ്ഞു, ഞാനിവിടെ എല്ലാവരെയും ശ്രദ്ധിക്കേണ്ട ആളാണ്, അത് മനസ്സിലായി. എന്നാലും ഈ ഒരു പയ്യൻ യുവരാജ് സിംഗ് എന്നാണ് പേര്, ഞാൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനാണ്, ഈ പയ്യൻ പുറത്തു പോകാണ്ടൊന്ന് നോക്കാവോ എന്ന് പറഞ്ഞു. അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു, ഞാൻ നോക്കാം, എനിക്ക് ഇവിടെ എല്ലാവരെയും വാച്ച് ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഗാംഗുലി പോകുന്നു. ഒരു 9:45 വെറുതെ ഒന്ന് യുവരാജിൻ്റെ റൂമിൽ കയറി നോക്കിയാണ്. ആരും വിളിയേക്കണില്ല. പലതവണ യുവരാജേ വിളിച്ചു, ആരും കേൾക്കണില്ല. അങ്ങനെ ഇദ്ദേഹം നമ്മുടെ ഗാംഗുലി നേരെ പോയി സെക്യൂരിറ്റി എടുത്ത് ചോദിച്ചു, ഞാൻ പറഞ്ഞ പയ്യൻ പോയായിരുന്നോ ഈ റെസ്റ്റോറൻറ്റ് വിട്ട്? അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഉറപ്പില്ല, പക്ഷെ അദ്ദേഹത്തെ പോലെ ഒരാൾ പോയെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. ഗാംഗുലി ചോദിച്ചു, ഇവിടെ അടുത്ത് എവിടേക്കാണ് പബ്ബുള്ളത്, പ്രധാനപ്പെട്ട പബ്ബുകളുടെ ലിസ്റ്റ് തരാമോ എന്ന് ചോദിച്ചു. അപ്പം ഈ സെക്യൂരിറ്റി പറഞ്ഞു, ഇവിടെ പ്രധാനമായിട്ടും 9 പബ്ബുകളാണുള്ളത്. അതിൻ്റെയൊക്കെ ലൊക്കേഷൻ എഴുതി വാങ്ങിച്ച് ഒരു ക്യാബ് എടുത്തിട്ട് ഗാംഗുലി ഇറങ്ങുകയാണ്. ഓരോ പബ്ബിലും കയറി ഇറങ്ങുന്നു, ഈ യുവരാജ് സിംഗിനെ നോക്കുന്നു. അങ്ങനെ ഒരു 3ാമത്തെ 4ാമത്തെ പബ്ബിൽ നോക്കിയപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് മ്യൂസിക് ആയിട്ട് ഇങ്ങനെ ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആര്, യുവരാജ് സിംഗ്. ഗാംഗുലി നേരെ ചെന്ന് അടുത്തിരുന്നിട്ട് പറഞ്ഞു, കഴിച്ചോ, ഒരു കുഴപ്പമില്ല, മെല്ലെ കഴിച്ചോ, പക്ഷേ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോകണം, യുവരാജെ നമുക്ക് റെസ്റ്റ് വളരെ മസ്റ്റാണ്, അതുകൊണ്ട് എൻ്റെ കൂടെ പോന്നെന്ന് പറഞ്ഞു. അദ്ദേഹം ഓക്കെ ദാദാ എന്ന് പറഞ്ഞ് ഗാംഗുലി യുവരാജിനെ കയ്യോടെ പൊക്കി നേരെ കൊണ്ട് റൂമിലാക്കുന്നു, വാതിലടയ്ക്കുന്നു, കിടന്നുറങ്ങണം എന്ന് പറയുന്നു. ഒരു അരമണിക്കൂറായപ്പോൾ ഒന്നുകൂടി വിളിച്ചു ചോദിച്ചു, യുവരാജ് റൂമിലുണ്ട്, കൺഫേംഡ് ആക്കി, നിർബന്ധിച്ച് കിടത്തി ഉറക്കി. പിറ്റേ ദിവസം ഓസ്ട്രേലിയയുമായിട്ടാണ് ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി മാച്ച്. ആ മാച്ചിൽ സച്ചിൻ 38 റൺ എടുത്ത് ഔട്ടായി, ഗാംഗുലി 24 റൺ എടുത്ത് ഔട്ടായി, വിനോദ് കാംബ്ലി നിസാർ റൺ എന്തോടുത്ത് ഔട്ടായി. അന്ന് ആ കളിയുടെ മാൻ ഓഫ് ദ മാച്ച് ആയിരുന്നത് യുവരാജ് സിംഗ് ആണ്. 84 റണ്ണ് യുവരാജ് എടുത്തു. ആ കളിയിൽ മൈക്കിൾ ബെവൻ എന്ന് പറയുന്ന നൊവേന നേർന്ന് പ്രാർത്ഥിച്ചാലും ഔട്ടാവാത്ത മൈക്കിൾ ബെവനെ കിടിലമായിട്ടൊരു റൺ ഔട്ടിലൂടെ പുറത്താക്കി. അന്ന് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ക്യാച്ച് എടുത്തത് യുവരാജ് സിംഗ് ആണ്. മാൻ ഓഫ് ദ മാച്ച് യുവരാജ് സിംഗ് ആയിരുന്നു. ഗാംഗുലി ഈ കഥ പറയുന്നത് കുറച്ച് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനോടാണ് കഴിഞ്ഞ വർഷം. എന്നിട്ട് ഗാംഗുലി പറയുന്നുണ്ട്, നമ്മൾ ആളുകളുടെ സ്വഭാവം അനുസരിച്ചിട്ട് ആളുകളെ മാനേജ് ചെയ്യണം. യുവരാജ് എന്ന് പറയുന്നത് ചെറുപ്പമാണ്, ചോരത്തിളപ്പാണ്. അവനെ ഞാൻ ഒച്ചയെടുത്താലോ ശകാരിച്ചാലോ അവൻ ചിലപ്പോൾ അനുസരിക്കണമെന്നില്ല. അവനെ മാനേജ് ചെയ്യേണ്ട രീതിയിൽ മാനേജ് ചെയ്യണം. ഗാംഗുലി രാഹുൽ ദ്രാവിഡിൻ്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്. ദ്രാവിഡിനോട് ഇപ്പോൾ പറയാണ്, ദ്രാവിഡ് നാളെ എപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റിന് കാണുക? ദ്രാവിഡ് പറയും, നാളെ 7:30 ഞാൻ അവിടെ ഉണ്ടാവും, ഞാൻ 2 ചപ്പാത്തിയും കടലക്കറിയും കഴിക്കും, അത് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഒരു ആപ്പിളും കഴിക്കും, നാളെ അതുപോലെ തന്നെ സംഭവിക്കും, ഒന്നും കൂടുതലായിട്ട് പറയണ്ട. എന്നിട്ട് ഗാംഗുലി പറയുന്നു, നിങ്ങൾ ആളുകളെ മനസ്സിലാക്കുക. ഇഫ് യു വാണ്ട് ടു ബിക്കം എ ലീഡർ, ലേൺ ടു മാനേജ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പീപ്പിൾ. നിങ്ങളിപ്പോൾ ഒരു ബോസ് ആണെങ്കിൽ നിങ്ങളുടെ ടീമിലെ ആളുകളെ ഓരോരുത്തരെ അവരുടെ സ്വഭാവം, അവരുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് അവരെ മാനേജ് ചെയ്യണം. ഗാംഗുലിയെ എന്തുകൊണ്ടാണ് ദാദാ എന്ന് വിളിക്കുന്നത്? യുവരാജ് സിംഗ് കഴിഞ്ഞ തവണ ഗാംഗുലിയുടെ ബർത്ത്ഡേക്ക് ഇട്ട പോസ്റ്റ് ഇതായിരുന്നു, ഐ വിൽ ഡൈ ഫോർ സച്ച് എ ക്യാപ്റ്റൻ. ഇങ്ങനൊരു ക്യാപ്റ്റന് വേണ്ടി ഞാൻ ചാവാൻ വരെ തയ്യാറാണ്. ആകെ നശിച്ച് കിടന്നിരുന്ന, എന്താടാന്ന് ആളുകൾ ചോദിച്ചപ്പോഴും പേടിപ്പിച്ചുകൊണ്ടിരുന്ന ഇന്ത്യൻ ടീമിന് വേണ്ടി എന്താടാന്ന് വെച്ചാൽ ഏതടാ എന്ന് തിരിച്ചു ചോദിക്കാൻ പഠിപ്പിച്ച ക്യാപ്റ്റനാണ് സൗരവ് ഗാംഗുലി. ദാദാ എന്ന ബംഗാളി വാക്കിൻ്റെ അർത്ഥം വലിയേട്ടൻ എന്നാണ്. ഇന്നും ആ മനുഷ്യനെ ദാദാന്ന് വിളിക്കുമ്പോൾ നമ്മൾ ചുണ്ടുകൊണ്ടല്ല വിളിക്കുന്നത്,
ഹൃദയം കൊണ്ടാണ്. സൗരവ് ഗാംഗുലിയുടെ ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു.